ഹിത കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന സ്പെഷ്യൽ പാചകം ബീഫ് കറിയാണ്. അതിനുവേണ്ടി 250 ഗ്രാം ബീഫ് എടുത്തു വച്ചിരിക്കുന്നു. താളിക്കാൻ വേണ്ടി സവാള 2 വലുത് കണ്ടിച്ച് വച്ചിരിക്കുന്നു. ചതച്ചെടുക്കാൻ വേണ്ടി 1 കുടം വെളുത്തുള്ളി, 2 പീസ് ഇഞ്ചി, 100-150 ഗ്രാം ചുമന്നുള്ളി, ഇത്രയുമാണ്. 1 പച്ചമുളക്, ഇത്രയും ചതച്ചെടുക്കാനാണ്. പിന്നെ ആവശ്യത്തിന് 2 തക്കാളി, 1 ഉരുളക്കിഴങ്ങ്, കറിവേപ്പില, മല്ലിയില. പൊടികൾ പിരിയൻ മുളക് പൊടി ഇടണ സമയത്ത് അതാത് അളവിൻ്റെ കണക്ക് പറയും. മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയുമാണ് ആവശ്യം. അതിന് ശേഷം പ്രഷർ കുക്കർ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും. ഇന്ന് ഞാൻ വെക്കുന്ന രീതിയിൽ കുറച്ചധികം വെളിച്ചെണ്ണ ആവശ്യമാണ്. ഒരു 4 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും. എണ്ണ ചൂടാകുമ്പോൾ സവാള ഇട്ട് വഴറ്റും. നല്ലപോലെ സവാളയുടെ കളർ മാറി വരുന്നവരെയും വഴറ്റുക. സവാള നല്ലവണ്ണം വഴന്നു വന്നിട്ടുണ്ട്. ഇനി ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും പച്ചമുളകും, ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് നല്ലവണ്ണം ചതച്ചതിന് ശേഷം ചുവന്നുള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തതേ ഉള്ളൂ, അതിട്ട് കൊടുക്കാം. തീ കുറച്ച് വെച്ച് നല്ലവണ്ണം പച്ചമണം മാറുന്നത് വരെ മൂപ്പിച്ചെടുക്കാം. ഇത് ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും കിച്ചടിയുടെ കൂടെയും എല്ലാം കഴിക്കാൻ പറ്റുന്ന നല്ല രുചിയുള്ള ഒരു ബീഫ് കറിയാണിത്. പച്ചമണം ഒട്ടും പാടില്ല, ഫുൾ മാറുന്നത് വരെ നല്ലപോലെ മൂപ്പിച്ചെടുക്കണം. ഇഞ്ചി വെളുത്തുള്ളിയുടെയും പച്ചമണം പകുതി മാറി വരുമ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിനുശേഷം പൊടികൾ ഇട്ട് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. 1/4 കിലോ ഇറച്ചിയല്ലേ ഉള്ളൂ, അതുകൊണ്ട് മസാല കുറച്ചു മതി. 1/2 ടീസ്പൂൺ പിരിയൻ മുളക് പൊടി. മഞ്ഞൾപ്പൊടി, ഇറച്ചിയൊക്കെ ആകുമ്പോൾ ഞാൻ കുറച്ചധികം മഞ്ഞൾപ്പൊടി ഇടും. 1 ടീസ്പൂൺ. കുരുമുളക് പൊടി 1/4 ടീസ്പൂൺ. ഗരം മസാലപ്പൊടി 1 ടീസ്പൂൺ. ഇത്രയും ഇട്ടതിന് ശേഷം നല്ലവണ്ണം ഇളക്കി മിക്സാക്കി കൊടുക്കണം. തീ കുറച്ച് വെച്ച് എണ്ണ തെളിയുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇഞ്ചിയും എല്ലാം നല്ലപോലെ വഴറ്റി നല്ല വറ്റി വന്നതിന് ശേഷം എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി എടുത്ത് വെച്ചിരിക്കുന്ന ഇറച്ചി ഇട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇറച്ചി നല്ലവണ്ണം മസാലയിൽ മിക്സ് ചെയ്ത് ഒന്ന് വറുത്തെടുക്കണം. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ഇതുവരെയും ഞാൻ ഉപ്പിട്ടിട്ടില്ല, ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. നല്ലവണ്ണം മൂപ്പിക്കണം. ഇറച്ചിയും മസാലയും എല്ലാം മിക്സായി വരുന്നത് വരെ നല്ലവണ്ണം ഒരു 10-15 മിനിറ്റ് മൂപ്പിക്കുക. മസാല പകുതി വഴന്ന് വരുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം.
തക്കാളിയും ഇറച്ചിയും മസാലയും എല്ലാം നല്ലവണ്ണം മിക്സായി എണ്ണ തെളിഞ്ഞു വരുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇറച്ചിയും മസാലയും എല്ലാം നല്ലവണ്ണം മൂത്ത് പച്ചമണമെല്ലാം മാറി എണ്ണയെല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് കുക്കർ അടച്ചു വെച്ച് വേവിക്കും. മിക്സിയുടെ ജാറിലിട്ട വെള്ളം മാത്രമേ ഞാൻ ഒഴിക്കുന്നുള്ളൂ. ഒരു അരമണിക്കൂർ ഇട്ട് വേവിക്കണം. ബീഫ് വെച്ചതിന് ശേഷം 7 വിസിൽ വന്നപ്പോൾ ഞാൻ അണച്ചിന് പ്രഷറെല്ലാം പോകുന്നത് വരെയും വെയിറ്റ് ചെയ്യാം. അതിന് ശേഷം കറി കുക്കർ തുറന്നിട്ടുണ്ട്. ഇനി ഇതിൽ ഒരു ഉരുളക്കിഴങ്ങ് കണ്ടിച്ച് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ള മല്ലിയിലയും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം 2 വിസിലും കൂടി ഇട്ട് കൊടുക്കാം. 2 വിസിലും കൂടെ വരുന്നത് വരെയും ഒന്നിട്ട് കൊടുക്കാം. ഇറച്ചിയെല്ലാം നല്ല വെന്ത് വന്നിട്ടുണ്ട്. നല്ല ഇറച്ചിയാണ്. കുക്കർ അടച്ചു വെച്ചതിന് ശേഷം തീ ഓണാക്കാം. ഒരു 2 വിസിൽ വരുമ്പോൾ ഓഫാക്കാം. 2 വിസിൽ ഉരുളക്കിഴങ്ങ് ഇട്ടതിന് ശേഷം വന്നു കഴിഞ്ഞു. എണ്ണ നല്ല തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ലൈറ്റ് ഇട്ട് കാണിച്ചു തരാം. പിന്നെ മുകളിൽ നല്ല എണ്ണ തെളിഞ്ഞിങ്ങനെ വന്നിരിക്കുന്നു. നല്ല രുചിയാണ്. പണ്ട് കാലം ഞങ്ങൾ ചെറുതായിരുന്ന സമയത്ത് ഞങ്ങളുടെ അമ്മ വെച്ചുകൊണ്ടിരുന്ന ഒരു കറിയാണിത്. കച്ചിക്കാരാണ്. കുക്കറിൽ 2 വിസിൽ ഉരുളക്കിഴങ്ങ് ഇട്ടതിന് ശേഷം വന്നു. നല്ല എണ്ണയെല്ലാം വറ്റിയിരിപ്പുണ്ട്. നല്ല തെളിഞ്ഞ് നിൽപ്പുണ്ട്. കറിയുടെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് തെരുപ്പി കയറി. ആരോ ഓർത്തതാണെന്നാണ് തോന്നുന്നു. ഇത് പണ്ട് ഞങ്ങൾ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഞങ്ങളുടെ ഉമ്മി വെച്ചുകൊണ്ടിരുന്ന കറിയാണിത്. കച്ചിക്കാർ വെക്കുന്ന കറിയാണിത്. നല്ല രുചിയുള്ള കറിയാണിത്. ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും എല്ലാം എപ്പോഴും ഇതുപോലെയുള്ള കറിയാണ് വെച്ചുകൊണ്ടിരുന്നത്. മീനിനെക്കാളും എല്ലാം ഞങ്ങൾക്ക് ബീഫാണ് ഇഷ്ടമുണ്ടായത്, മട്ടനേക്കാളും ചിക്കനേക്കാളും എല്ലാം. അപ്പോൾ ഉമ്മി അതാണ് വെച്ചുകൊണ്ടിരുന്നത്. ഈ കറി എല്ലാവരും ചെയ്ത് നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാനിങ്ങനെ തന്നെ കുക്കറിൽ തന്നെ വെച്ചേക്കും. ആവശ്യം പോലെ എടുത്തിട്ട് ചൂടാക്കി എടുക്കാമല്ലോ. വേറെ സർവിങ് ബൗളിലൊന്നും വിളമ്പുന്നില്ല. നിങ്ങൾക്ക് ഉപ്പ് എരിവും എല്ലാം ട്രൈ ചെയ്ത് നോക്കാം. ഉപ്പ് ഇച്ചിരി കുറവാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് ഇടുന്നുണ്ട്. ഇത് ഗോതമ്പിൻ്റെ ചപ്പാത്തിയുടെ കൂടെയാണ് ഏറ്റവും നല്ലത്. പിന്നെ അരിപ്പത്തിയുടെ കൂടെ എല്ലാം കഴിക്കാം. അപ്പത്തിൻ്റെ കൂടെ എല്ലാം. ഇത് 2 ദിവസമൊക്കെ വെച്ചിരുന്ന് നല്ല വറ്റുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇനിയൊരു നല്ല റെസിപ്പിയായിട്ട് വരുന്നത് വരെ ബൈ.